കേരളം ഈ നൂറ്റാണ്ടിൽ കണ്ട ഏറ്റവും വലിയ പ്രളയത്തിന്റെ കെടുതിയുടെ കാരണം എന്താണ് എന്നൊരു സംവാദം രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ സജീവമാണ്. ചിലർ മഴയെയാണ് കുറ്റപ്പെടുത്തുന്നത്, ചിലർ പറയുന്നു ഈ ഡാമുകളുടെ കെടുകാര്യസ്ഥത, ഡാമുകൾ ഓപ്പറേറ്റ് ചെയ്തതിലുണ്ടായ കെടുകാര്യസ്ഥതയാണ് പ്രളയത്തിന്റെ കെടുതി രൂക്ഷമാക്കിയതെന്ന് ചിലരും വാദിക്കുന്നു. എന്തായാലും ഈ വാദപ്രതിവാദങ്ങൾ നടക്കുന്നതിനിടെ എന്താണ് ഈ പ്രളയകാലത്ത് സംഭവിച്ചത്, എങ്ങനെയാണ് ഡാമുകൾ പ്രവർത്തിച്ചത്, എന്താണ് ഡാമുകൾക്ക് പ്രളയത്തിൽ നടത്തിയ സ്വാധീനം എന്താണ്, ഡാമുകൾ തുറന്നതും അടച്ചതുമെല്ലാം പ്രളയത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നെല്ലാം നാം വിശദമായി പരിശോധിക്കുകയാണ്. അതിനു മുമ്പ് ഇന്നലെ NK പ്രേമചന്ദ്രൻ MP ഇത് സംബന്ധിച്ച് ഡാമുകളുടെ മിസ്മാനേജ്മെന്റ് സംബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലെ ഒരു പരാമർശമുണ്ട്. അതിലേക്ക് പോയി മടങ്ങി വരാം. വ്യക്തമായിട്ടുള്ള ലിഖിതമായിട്ടുള്ള നിയമമാണ്. ഒരു കാരണവശാലും റിസർവോയർ FRL നിൽക്കുമ്പോൾ, ഡാം FRL നിൽക്കുമ്പോൾ ഷട്ടേഴ്സ് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ പാടില്ല. അവിടെ ബാണാസുര സാഗറിൽ ചെയ്തത് ജില്ലാ കളക്ടർ പോലും പറഞ്ഞില്ല, ചീഫ് സെക്രട്ടറി പരസ്യമായി സമ്മതിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. ടെസ്റ്റ് കേസായിട്ട് എടുത്ത് പഠിച്ചാൽ, ഈ പത്തനംതിട്ടയുടെ എടുത്ത് പഠിച്ചാൽ പമ്പയുടെയും കക്കിയുടേതും ബാണാസുര സാഗറിൻ്റെതും പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ പറഞ്ഞു മണിമലയാറ്റിൽ സാധാരണഗതിയിൽ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ പാലായിൽ വെള്ളം കയറും. ഇത് സാധാരണ മഴ പെയ്താൽ പോലും, അല്ലേ? സോറി, മീനച്ചലാറിൻ്റെ കാര്യത്തിൽ, ചാലിയാർ പുഴയുടെ കാര്യത്തിൽ സമാനമായിട്ടുള്ള സ്ഥിതി തന്നെയാണ്. അപ്പോൾ ഡാമില്ലാത്ത സ്ഥലങ്ങളിലും വെള്ളം പൊങ്ങി എന്ന വളരെ വളരെ ബാലിശമായ വാദഗതി ഉണ്ട്. ഡാമുകളല്ല ഇതിന് ഉത്തരവാദി, അല്ലെ ഡാമുകളിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടത് കൊണ്ടല്ല എന്ന് പറയുന്നതിൻ്റെ യുക്തി ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ബാണാസുര സാഗരം അതുപോലെ തന്നെ ഇവിടെ നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ഈ കുട്ടനാടൻ മേഖലയിൽ ആഗസ്റ്റ് 17-നാണ്, നിങ്ങൾ ഓർക്കണം, ആഗസ്റ്റ് 17-നാണ് മന്ത്രി ശ്രീ G. സുധാകരൻ ഇറിഗേഷൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെ ചീഫ് എഞ്ചിനീയറുമായി പോയിട്ട് ഫുൾ ഷട്ടേഴ്സ് ഓപ്പൺ ചെയ്യുന്നത്. തോട്ടപ്പള്ളി സ്പിൽവേ ഓപ്പൺ ചെയ്യുന്നത് ഓഗസ്റ്റ് 17-നാണ്. ഭാഗ്യമായി മാത്രമേ നേരത്തെ തുറന്നുള്ളൂ. അതുപോലെ തന്നെ പിന്നെ തണ്ണീർമുക്കം സ്പിൽവേയുടെ കാര്യത്തിൽ അതിൻ്റെ പണി പൂർത്തിയായി കിടന്നിട്ട് മുഖ്യമന്ത്രിക്ക് സമയം ലഭിക്കാത്തതിൻ്റെ പേരിൽ കമ്മീഷൻ ചെയ്തില്ല. കമ്മീഷൻ ചെയ്യാതിരിക്കുന്നതിന് തടസ്സമായി പറഞ്ഞത് ആ ഷട്ടേഴ്സിൻ്റെ തൊട്ട് മുമ്പിൽ മണൽച്ചിറ ഉണ്ടായിരുന്നു. ആ മണൽ എടുക്കുന്നതിന് അവിടുത്തെ CPM ഭരിക്കുന്ന പഞ്ചായത്തും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള തർക്കമാണ്. NK പ്രേമചന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിലെ ഒരു ഭാഗമാണ് നാം ഇപ്പോൾ ഇവിടെ കേട്ടത്. ഇതിൽ അദ്ദേഹം പറയുന്ന ഒരു FRL എന്ന് പറയുന്നൊരു വാക്കുണ്ട്. അതായത് ഫുൾ റിസർവർ ലെവൽ എന്നാണ് അതിൻ്റെ പൂർണ്ണനാമം. എന്താണ് FRL എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ സാധാരണക്കാർക്ക് മനസ്സിലാകില്ല. ഇനി അദ്ദേഹം തന്നെ പറയുന്നു FRL ലെവലിൽ വെള്ളം എത്തിയാൽ ഡാമിൻ്റെ ഷട്ടറുകൾ മുഴുവനായി തുറക്കരുത് എന്ന്. അപ്പോൾ ഡാമുകളുടെ ഷട്ടർ തുറക്കുകയാണോ വേണ്ടത്, അടയ്ക്കുകയാണോ വേണ്ടത്? ഡാമുകളുടെ ഷട്ടറുകൾ തുറക്കുന്നതോടെ എന്ത് സംഭവിക്കുന്നു, അടയ്ക്കുന്നതോടെ എന്ത് സംഭവിക്കുന്നു? ഡാം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഷട്ടറുകൾ തുറയ്ക്കുക അടയ്ക്കുക എന്ന പ്രക്രിയ മാത്രമാണോ, അതോ ഡാമിനകത്തെ റിസർവോയറിലെ ജലനിരപ്പ് പ്രളയത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ക്രമീകരിക്കലാണോ? എന്തായാലും എന്താണ് ഒരു ഡാമിൻ്റെ ഘടന? ആ ഡാം നമുക്കൊരു സ്പെസിമെനായി, ഉദാഹരണമായി ഇടുക്കി ഡാമിനെ എടുത്താൽ, കേരളത്തിലെ ഏറ്റവും വലിയ ഡാമാണല്ലോ ഇടുക്കി ഡാം. അപ്പോൾ ഇടുക്കി ഡാമിനെ എടുത്താൽ എന്താണ് ഇടുക്കി ഡാമിൻ്റെ ഒരു ഘടന എന്നാണ് നാം ആദ്യം പരിശോധിക്കേണ്ടത്. നമ്മൾ ഈ കാണുന്നതാണ് ഇടുക്കി ഡാമിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണിത്. അതിൽ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഡെഡ് സ്റ്റോറേജ് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗമാണ്. ഡെഡ് സ്റ്റോറേജ് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗം, ആ ഭാഗത്തിന് താഴേക്ക് വെള്ളം സ്ഥിരമായി നിലനിർത്തണം എന്നാണ് നിയമം. അത് ഡാം സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. കാരണം ഡാമിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഡെഡ് സ്റ്റോറേജ് എന്ന് പറയുന്ന ആ ലെവലിന് താഴേക്ക് നിർബന്ധമായും വെള്ളം നിർത്തിയിരിക്കണം, അത് ഒഴുക്കിക്കളയാൻ പാടില്ല എന്നാണ്. ഏതെങ്കിലും കാരണവശാൽ ഈ ഡെഡ് സ്റ്റോറേജ്, ഈ ഡാമിൻ്റെ അടിയിൽ റിസർവോയറിലെ ചളി, സിൽറ്റ് എന്നറിയപ്പെടുന്ന ചെളി നീക്കം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ പാടുള്ളൂ. അതിനുവേണ്ടി പ്രത്യേകമായ ഒരു എക്സിറ്റ് ഈ ഡെഡ് സ്റ്റോറേജ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ ഭാഗത്ത് താഴ്ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യും. അത് അപൂർവമായി മാത്രമേ ആ എക്സിറ്റ് തുറന്നു വിടാറുള്ളൂ, ആ ഷട്ടർ തുറന്നു വിടാറുള്ളൂ. ഇനി മിനിമം പൂൾ ലെവൽ എന്ന് പറയുന്ന ആ ഒരു ഭാഗമുണ്ട്. അത് റിസർവോയറിൻ്റെ ഏതാണ്ട് FRL, അതായത് ഫുൾ റിസർവോയർ ലെവലിന് തൊട്ട് താഴെ വരുന്ന ഒരു ഭാഗമാണ് മിനിമം പൂൾ ലെവൽ എന്ന് പറയുന്നത്. അത് നിലനിർത്തുക എന്നുള്ളതാണ്, ആ ഡാമിൽ അത്രയും വെള്ളമെങ്കിലും നിലനിർത്തുക എന്നുള്ളതാണ് സാധാരണയായി ചെയ്തു വരുന്നൊരു കാര്യം. ഇനി ഫുൾ റിസർവോയർ ലെവൽ എന്ന് എഴുതിയിട്ടുള്ള ആ ഭാഗം നിങ്ങൾ നോക്കൂ. ഫുൾ റിസർവോയർ ലെവൽ എന്ന് പറഞ്ഞാൽ റിസർവോയറിൽ, അതായത് ഡാമിനോടനുബന്ധിച്ചുള്ള ജലസംഭരണിയിലെ പൂർണ്ണമായും അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം, അതിൻ്റെ പൂർണ്ണമായും നിറയുന്ന ഒരു ഭാഗമാണ് ഈ ഫുൾ റിസർവോയർ ലെവൽ. ഈ ഫുൾ റിസർവോയർ ലെവലിന് തൊട്ട് മുകളിലാണ് ഈ ഡാമിൻ്റെ ഷട്ടറുകൾ, ചെറുതോണി ഡാമിൻ്റെ ഷട്ടറുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അതായത് ഫുൾ റിസർവോയർ ലെവലിൽ നിന്ന് വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ കഴിയുകയുള്ളൂ. ഫുൾ റിസർവോയർ ലെവൽ എത്തിയാൽ മാത്രമേ വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ കഴിയുള്ളൂ, ഷട്ടറുകൾ തുറക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ നോക്കുക, ഇടുക്കി ഡാമിൻ്റെ ഫുൾ റിസർവോയർ ലെവൽ എന്ന് പറയുന്നത് 2373 അടിയാണ്. അത്രയും ഉയരത്തിലാണ് ഫുൾ റിസർവോയർ ലെവൽ സ്ഥിതി ചെയ്യുന്നത്. ഇനി 2373 അടിയിൽ നിന്ന് വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? അത് സാധാരണ രീതിയിൽ
ഇപ്പോഴത്തെ നമ്മുടെ ഡാം ഓപ്പറേഷൻ അനുസരിച്ച് അത് ഷട്ടറുകൾ തുറന്നു വിടാറില്ല. കാരണം 2013 2390-നും 2400-നും അടുത്തൊക്കെ ജലത്തിൻ്റെ നിരപ്പ് എത്തിയപ്പോൾ പോലും ഷട്ടറുകൾ തുറന്നു വിട്ടിരുന്നില്ല. അപ്പോൾ സാധാരണയായ വെള്ളം അവിടെ തന്നെ ശേഖരിച്ചു വയ്ക്കുകയാണ്. ഇപ്പോൾ നിലവിലെ സംവിധാനത്തിൽ KCB ഡാമിൻ്റെ കൈകാര്യകർത്തൃത്വം നിർവഹിക്കുന്ന KCB ചെയ്യുന്നത്. ആ വെള്ളം തുറന്നു വിടാറില്ല. പക്ഷേ കടുത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ 2013 ഇതുപോലെ കനത്ത തുലാവർഷമുണ്ടായ സാഹചര്യത്തിൽ KCB ചെയ്തത് ഇടുക്കി ഡാമിൽ 2390-ന് മുകളിൽ 2400-ന് അടുത്ത് വരെ 2399 അടി വരെ വെള്ളത്തിൻ്റെ നിരപ്പ് ഉയർന്നപ്പോൾ മൂലമറ്റം പവർ ഹൗസിൽ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ആ ജലനിരപ്പ് താഴ്ത്താനാണ് അന്ന് KCB ശ്രമിച്ചത്. പക്ഷേ ഈ വർഷം സാഹചര്യം വ്യത്യസ്തമാണ്. കാരണം ജൂൺ ആദ്യ വാരം 2ാം വാരത്തിൽ തന്നെ കനത്ത മഴ ഇടുക്കിയിൽ രേഖപ്പെടുത്തിയിരുന്നു. ഏതാണ്ട് അതിതീവ്ര വർഷപാതത്തിൽ 100 മില്ലിമീറ്ററിലധികം മഴ രേഖപ്പെടുത്തിയ ഒരു വർഷമാണ് ഇതുണ്ടായത്. കാരണം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് പോലെ പ്രളയമുണ്ടായ സമയത്തേക്കാൾ കൂടുതൽ മഴ ജൂൺ 2ാം വാരം തന്നെ ഇടുക്കിയിൽ ഉണ്ടായിരുന്നു. 111 മില്ലിമീറ്റർ മഴയാണ് ജൂൺ 2ാം വാരം ഇടുക്കിയിൽ പെയ്തത്. അപ്പോൾ അത്രയും ശക്തമായ മഴ പെയ്ത സാഹചര്യത്തിൽ ഇടുക്കിയിൽ ക്രമേണ ജലനിരപ്പ് ഉയരുകയാണ് ഉണ്ടായത്. പിന്നീട് ജൂലൈ മാസത്തിലെത്തുമ്പോൾ, ജൂലൈ ആദ്യത്തെ വാരവും 2ാം വാരവും എത്തുമ്പോൾ ഇടുക്കിയിൽ മഴ കുറയുകയും ഈ ജലനിരപ്പ് FRL ലെവലിൽ എത്തിയതിന് ശേഷം, FRL ലെവൽ എന്നാൽ ഫുൾ റിസർവോയർ ലെവൽ, അത് ഷട്ടറിന് തൊട്ട് താഴെ വരെ, ഷട്ടർ തുറക്കേണ്ട സാഹചര്യമില്ല, എന്നാൽ ഷട്ടറിനോളം ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ മഴ കുറയുകയാണ് ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായും ഷട്ടർ തുറക്കേണ്ട സാഹചര്യമില്ല എന്ന ഒരു നിഗമനത്തിൽ KCB എത്തുകയും ചെയ്തു. ജൂലൈ മാസം കഴിഞ്ഞു. ജൂലൈ അവസാന വാരമാകുമ്പോഴേക്കും, ഓഗസ്റ്റ് മാസമാകുമ്പോഴത്തേക്കും ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടെ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും മഴ വീണ്ടും ശക്തമാവുകയാണ് ഉണ്ടായത്. മഴ ശക്തമായ സാഹചര്യത്തിൽ ജലനിരപ്പ് വീണ്ടും ഉയരുകയാണ്. 2373 എന്നുള്ളത് 2398 അടി വരെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിലാണ് ഇടുക്കി ഡാം തുറക്കണം, അതുപോലെ ട്രയൽ റൺ നടത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർന്നു വന്നത്. പക്ഷേ ഈ ട്രയൽ റൺ നടത്തണമെന്ന ആവശ്യം ഉണ്ടാകുമ്പോഴും KCB ചെയർമാൻ ഇടുക്കി ഡാം സന്ദർശിച്ചുകൊണ്ട് മന്ത്രി M.M. മണിയോടൊപ്പം പറഞ്ഞത്, ഇങ്ങനെ തുറന്നു വിട്ടാൽ ഉണ്ടാകുന്ന പ്രശ്നം KCBക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം പുറത്തേക്ക് ഒഴുക്കുക വഴി കോടികളുടെ നഷ്ടമാണ് ഉണ്ടാവുക എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. അത്തരത്തിൽ കോടികളുടെ നഷ്ടത്തിൻ്റെ കണക്കിനെക്കുറിച്ചാണ് KCB പറയുന്നതെങ്കിൽ ഇവിടെ 2373-ൽ നിന്ന് 2398-ലേക്ക് എത്തുന്നത്ര ശക്തമായ മഴ ആ സമയത്ത് ഇടുക്കി ഡാമിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മഴ ശക്തമായ സാഹചര്യത്തിലാണ് ഇടുക്കി ഡാം ട്രയൽ റണ്ണിനായി തുറക്കണം, വെള്ളം പുറത്തേക്ക് ഒഴുക്കി ജലനിരപ്പ് ക്രമീകരിക്കണമെന്ന ആവശ്യം ഉയരുമ്പോഴും KCBയും അതുപോലെ വൈദ്യുതി വകുപ്പ് മന്ത്രിയും സർക്കാരും എല്ലാം ഡാം തുറക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാതിരുന്നത്. പക്ഷേ ഈ സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ തന്നെ അതിശക്തമായ വർഷപാതം ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക ജില്ലകളിലും ഉണ്ടാവുകയും റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് എന്താണ് ഉണ്ടായതെന്ന് വെച്ചാൽ ഈ ഷട്ടറുകൾ തുറക്കേണ്ടി വന്നു. ഇടുക്കി ഡാമിൻ്റെ 3 ഷട്ടറുകളും ഒരുമിച്ച് തുറന്നു. നിങ്ങളൊന്ന് നോക്കൂ, ഇവിടെ 2373 മുതൽ 2404 വരെ ഏതാണ്ട് എത്ര അടി ഉയരമായിരിക്കും, എത്ര അടി ഉയരമുണ്ട്, അതുപോലെ അത്രയും അടി ഉയരത്തിൽ വെള്ളം ഉയർന്നാൽ എത്രയധികം വെള്ളമാണ് പുറത്തേക്ക് ഒഴുകുക തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഇടുക്കി ഡാമിൽ ആ ജലനിരപ്പ് താഴ്ത്തിക്കൊണ്ട് 2407 എന്നുള്ളതിൽ നിന്ന് 2373 വരെയുള്ള ഭാഗത്ത് ജലനിരപ്പ് താഴ്ത്തി, ഷട്ടറുകൾ താഴ്ത്തി ഫുൾ റിസർവോയർ ലെവൽ, അതായത് 34 അടി ഉയരം വെള്ളമാണ്. ഈ ഫുൾ റിസർവോയർ ലെവലിൽ നിന്ന് മാക്സിമം വാട്ടർ ലെവൽ വരെ 34 അടി വെള്ളമാണുള്ളത്. ആ 34 അടി വെള്ളത്തിൽ എത്ര വോള്യം, എത്ര അളവ് വെള്ളമാണ് റിസർവോയറിൽ ശേഖരിക്കപ്പെടുക, ആ വെള്ളം പുറത്തേക്ക് ഒഴുകിയാൽ അതിന് താഴ്ഭാഗത്ത് എന്താണ് ഉണ്ടാവുക എന്നെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ട് ഈ ജലനിരപ്പ് ക്രമീകരിക്കാൻ, അതുപോലെ മഴയുടെ അളവ്, മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ഈ ജലനിരപ്പ് ക്രമീകരിക്കാൻ KCB നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നു. ദൗർഭാഗ്യവശാൽ അതുണ്ടായില്ല. പിന്നീട് ഈ ഡാമിൻ്റെ 3 ഷട്ടറുകളും ഒരുമിച്ച് തുറന്നു വിടുകയും അത് ശക്തമായ മഴയോടൊപ്പം ഈ വെള്ളം കുത്തിയൊഴുകി എറണാകുളം ജില്ലയിലേക്ക് വരികയും അത് വലിയ പ്രളയത്തിന് കാരണമാവുകയും ചെയ്തു. അത് നമുക്ക് പരിശോധിക്കാം. ഓഗസ്റ്റ് 8-നാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്നത്. ആ സമയത്ത് 2398.4 അടി വെള്ളമാണ് ഇടുക്കി ഡാമിൽ ഉണ്ടായിരുന്നത്. ശ്രദ്ധിക്കുക, 2398. ഈ സാഹചര്യത്തിലാണ് ട്രയൽ റൺ നടത്തണം എന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്നുണ്ടാവുന്നതും സർക്കാർ അതിനെ വിസമ്മതിക്കുകയും ചെയ്യുന്നത്. പിന്നീട് എന്താണ് ഉണ്ടായതെന്ന് നോക്കൂ. ഓഗസ്റ്റ് 9 ആകുമ്പോൾ ഈ ഡാമിലെ ജലനിരപ്പ് 2401 അടിയായി മാറി. 2404 അടിയാണ് മാക്സിമം വാട്ടർ ലെവൽ എന്ന് പറയുന്നത്. 2404 എത്തുക എന്നാൽ ഡാം പുറത്തേക്ക്, അതായത് ഷട്ടറുകൾക്ക് മുകളിലൂടെ വെള്ളം പുറത്തേക്ക് കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. അതായത് 2398-ൽ നിന്ന് 2401 3 അടി ഉയരാൻ കേവലം ഒരു ദിവസം മാത്രമാണ്
അവശേഷിച്ചത്. ഒറ്റ ദിവസത്തെ മഴ കൊണ്ടാണ് ഇത്രയും വെള്ളം ഉയർന്നതെന്ന് ആലോചിക്കുക. അപ്പോൾ എത്ര ശക്തമായ വർഷപാതമാണ് ഇടുക്കിയിൽ അപ്പോൾ ഉണ്ടായത്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ മുൻകൂട്ടി കാണാനും അതുപോലെ മുന്നറിയിപ്പുകൾ ശ്രദ്ധിച്ചുകൊണ്ട് മഴയുടെ അളവ് ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഡാമുകളെ മാനേജ് ചെയ്യാനും ഭരണകൂടം തയ്യാറായില്ല എന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇടുക്കിയിൽ ഇതാണ് സംഭവിച്ചതെങ്കിൽ. ഓഗസ്റ്റ് 16 നോക്കൂ, ആ ഡാമുകൾ തുറന്നു വിട്ടതിന് ശേഷം അത് 2375 അടിയായി കുറയുകയാണ് ഉണ്ടായത്. അതായത് ഫുൾ റിസർവോയർ ലെവലിന് തൊട്ട് മുകളിലാണ് 2375 അടിയിൽ വെള്ളം ക്രമീകരിക്കുകയാണ് പിന്നീട് ചെയ്തത്. ഇനി ഇടുക്കി ഡാമിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയ വെള്ളം, ഈ വെള്ളത്തെക്കുറിച്ചാണ് നാം എല്ലാം ചർച്ച ചെയ്യുകയും ആശങ്കപ്പെടുകയും ചെയ്യുന്നിരിക്കെ എറണാകുളം ജില്ലയിൽ ഉണ്ടായ മറ്റൊരു ആവശ്യം, എറണാകുളം തൃശ്ശൂർ ജില്ലകളിൽ ഉണ്ടായ പ്രളയമാണല്ലോ നാം കൂടുതൽ മാധ്യമങ്ങളിലൂടെ ദൃശ്യവൽക്കരിക്കപ്പെട്ടത്. മറ്റൊന്ന് പത്തനംതിട്ട ജില്ലയിലാണ് ഉണ്ടായത്. പത്തനംതിട്ടയിൽ ശബരിഗിരി പദ്ധതിയോടനുബന്ധിച്ച് കക്കി അതുപോലെ പമ്പ ഡാമുകൾ തുറന്നുവിട്ടതാണ് അവിടെ വലിയ പ്രളയത്തിന് കാരണമായതെന്ന് ആരോപണം ഉയർന്നിരുന്നു. എറണാകുളം ഇടുക്കി ജില്ലകളിൽ നിരവധി ഡാമുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. എറണാകുളം ഇടുക്കി തൃശ്ശൂർ ജില്ലകളിൽ പശ്ചിമഘട്ടത്തിലായി നിരവധി ഡാമുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തെ ഡാമുകളുടെ അവസ്ഥ എന്താണ്? എവിടെ നിന്നൊക്കെയാണ് വെള്ളം ഒഴുകി വരുന്നത്? ഇടുക്കിയിൽ നിന്ന് വരുന്ന വെള്ളം മാത്രമല്ല എറണാകുളം ജില്ലയിൽ പ്രളയത്തിന് കാരണമായത്. അതുപോലെ തൃശ്ശൂർ ജില്ലയെ പ്രളയത്തിൽ മുക്കിയത് പൊരിങ്ങൽകുത്ത് എന്ന ഡാമിൽ നിന്നുള്ള വെള്ളം മാത്രമല്ല. ആ മേഖലയിലെ ഡാമുകളുടെ ഒരു സിറ്റുവേഷനാണ് നാം ഇപ്പോൾ ആദ്യം പരിശോധിക്കുന്നത്. അതായത് ഇത് ഒരു മാപ്പായി പരിഗണിച്ചാൽ നോക്കൂ, ഇതിൽ ഇടുക്കി അതുപോലെ എറണാകുളം തൃശ്ശൂർ ജില്ലകളുടെ ഒരു മാപ്പാണ്, ആലപ്പുഴ കോട്ടയം തുടങ്ങിയ ജില്ലകളുടെ ഒരു മാപ്പാണ് ഇതിൽ നാം കാണുന്നത്. ഇവിടെ ഈ ഡാമുകളുടെ പൊസിഷൻ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നതെങ്കിൽ, മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു പൊസിഷൻ ഇവിടെയാണെങ്കിൽ നമുക്കറിയാം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ റിസർവോയർ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇടുക്കി ഡാമിനേക്കാൾ വലിയ റിസർവോയറാണ് അതിനുള്ളത്. മുല്ലപ്പെരിയാർ ഡാം പൊക്കം കുറഞ്ഞ ഒരു ഡാമാണെങ്കിലും ചെറിയ ഡാമാണെങ്കിലും അതിൻ്റെ റിസർവോയർ എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തേക്കടി വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ആ തടാകം സ്ഥിതി ചെയ്യുന്നത് തന്നെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ റിസർവോയറിലാണ്. അപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിന് തൊട്ട് താഴെയാണ്, ഇത് മുല്ലപ്പെരിയാർ ഡാമാണെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിന് താഴെയാണ് ഇടുക്കി ഡാം. നോക്കൂ, ഇടുക്കി ഡാമിന് ശേഷം ഇടുക്കി ഡാമിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന വെള്ളം പിന്നീട് എത്തിച്ചേരുക ലോവർ പെരിയാർ ഡാമിലാണ്. ലോവർ പെരിയാർ ഡാം എന്ന് പറയുന്നത് ഇടുക്കി ഡാമിന് താഴെയുള്ള ഒരു സ്ഥലമാണ് ലോവർ പെരിയാർ. ഈ ലോവർ പെരിയാർ ഡാമിലേക്ക് വെള്ളം എത്തുന്നതിന് തൊട്ട് മുമ്പ് ലോവർ പെരിയാറിലേക്ക് കല്ലാർകുട്ടി എന്ന ഒരു ഡാമിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തുന്നുണ്ട്. കല്ലാർകുട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് ഇവിടെയാണ്. കല്ലാർകുട്ടിയിൽ നിന്ന് ആ വെള്ളം ഒഴുകിയെത്തുന്നത് ലോവർ പെരിയാർ ഡാമിന് തൊട്ട് മുമ്പിലേക്കാണ്. ഈ ലോവർ പെരിയാറിൽ നിന്ന് ഇടുക്കിയിലെയും അതുപോലെ കല്ലാർകുട്ടിയിലെയും വെള്ളം ഒഴുകിയെത്തുക ഭൂതത്താൻകെട്ടിലാണ് എന്ന് നാം ശ്രദ്ധിക്കുക. ഭൂതത്താൻകെട്ടിലേക്ക് ഇടുക്കിയിൽ നിന്നും, അപ്പോൾ കല്ലാർകുട്ടിയിൽ നിന്ന് എത്രമാത്രം വെള്ളം പെരിയാറിലേക്ക് ഒഴുകി വരും എന്നൊരു കാൽക്കുലേഷനും ഭരണകൂടത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ കല്ലാർകുട്ടി ഡാം നമുക്കറിയാവുന്ന പോലെ കല്ലാർകുട്ടിയിലേക്ക് ചെങ്കുളം, പന്നിയാർ, പള്ളിവാസൽ തുടങ്ങിയ ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് വൈദ്യുതോൽപാദനം കഴിഞ്ഞെത്തുന്ന വെള്ളം കൂടി കല്ലാർകുട്ടിയിലേക്ക് എത്തുന്നു. കല്ലാർകുട്ടിയിൽ നിന്ന് ആ വെള്ളം തുറന്ന് വീണ്ടും പെരിയാറിലേക്ക് അത് വരുന്നു. പെരിയാറിലേക്ക് ഇടുക്കിയിൽ നിന്നും കല്ലാർകുട്ടിയിൽ നിന്നുള്ള വെള്ളം എത്തുന്നു, അത് ഭൂതത്താൻകെട്ടിലെത്തുന്നു. ഭൂതത്താൻകെട്ടിന് തൊട്ട് മുമ്പ് നമുക്കറിയാവുന്ന പോലെ ഇടമലയാർ എന്ന ഒരു ഡാം കൂടിയുണ്ട്. ഇടമലയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇടമലയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണെങ്കിൽ ഇടമലയാർ ഡാം എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടമലയാറിൽ വെള്ളം ജലനിരപ്പ് ഉയർന്നിരുന്നു. ഇടമലയാറും ഇടുക്കി പോലെ വലിയൊരു ഡാമാണ്. ഇടുക്കിയോളം വരില്ലെങ്കിലും കേരളത്തിലെ ഏറ്റവും വലിയ ഡാമുകളിൽ ഒന്നാണ് ഇടമലയാർ ഡാം. ഇടമലയാർ ഡാമിൽ ജലനിരപ്പ് ഉയരുകയും ആ ഇടമലയാർ ഡാമിൽ നിന്ന് തുറന്നുവിട്ട വെള്ളം കൂടി പെരിയാറിലേക്ക് ഭൂതത്താൻകെട്ടിൻ്റെ തൊട്ട് മുമ്പിലേക്ക് വരികയും ചെയ്തു. അതായത് ഇടുക്കി, കല്ലാർകുട്ടി, ഇടമലയാർ ഈ 3 ഡാമുകളിൽ നിന്ന് തുറന്നുവിട്ട വെള്ളമാണ് ഭൂതത്താൻകെട്ട് വഴി എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഇടമലയാർ, കല്ലാർകുട്ടി ഡാമുകളിൽ നിന്ന് എത്ര വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നു, ഇടുക്കിയിലേക്ക് എല്ലാവരുടെയും മാധ്യമങ്ങളുടെയും എല്ലാ സമൂഹത്തിൻ്റെയും മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റ് 2 ഡാമുകളിൽ നിന്ന് എത്ര വെള്ളം ഇങ്ങോട്ട് ഒഴുകുന്നു എന്നതിനെക്കുറിച്ചൊരു ധാരണയും ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, ഈ കേരളത്തിൽ ഡാമുകൾ തുറന്നുവിട്ട ആ ദിവസങ്ങളിൽ ഓഗസ്റ്റ് 9, 10 തുടങ്ങിയ തീയതികളിൽ ഇടമലയാർ ഡാമിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കിയ വെള്ളം എത്രയാണ് എന്നതിൻ്റെ കണക്ക് KSEBയുടെ പക്കൽ ശേഖരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും ഗൗരവമുള്ള വസ്തുത. ഇത് സംബന്ധിച്ച് നാം മറ്റൊരു വശം കൂടി പരിശോധിക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിലേക്ക് വരികയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയുടെ ഒരു മാപ്പായി പരിഗണിച്ചാൽ തൃശ്ശൂർ ജില്ലയ്ക്ക് മുകളിൽ പശ്ചിമഘട്ടത്തിലായി നിരവധി ഡാമുകളുണ്ട്. ഷോളയാർ എന്ന് പറയുന്ന പദ്ധതിയിൽ അപ്പർ ഷോളയാർ എന്ന് പറയുന്ന ഡാം തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ലോവർ ഷോളയാർ എന്ന ഡാം കേരളത്തിൻ്റെ പരിധിയിൽ തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പർ ഷോളയാറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളം, അതുപോലെ ആ വെള്ളം വീണ്ടും ലോവർ ഷോളയാറിലേക്ക് എത്തി ലോവർ ഷോളയാറിൽ നിന്ന് അത് പൊരിങ്ങൽകുത്ത് ഡാമിലേക്കാണ് വരിക. ഈ പൊരിങ്ങൽകുത്ത് ഡാമിലേക്ക് വീണ്ടും
ഈ പറമ്പിക്കുളം ആളിയാർ പദ്ധതിയുടെ ഭാഗമായി പറമ്പിക്കുളം ആളിയാർ പദ്ധതിയുടെ ഭാഗമായ 3 ഡാമുകളുണ്ട്. 3 ഡാമുകളിൽ നിന്നുള്ള വെള്ളം ഈ ഷോളയാറിലേക്ക് വരുന്നുണ്ട്. ഷോളയാറിൽ നിന്ന് പെരിങ്ങൽകുത്തിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന വെള്ളം ഇതര സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിലെ ഡാമുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ മഴക്കാലത്ത് അവർ തുറന്നുവിടുന്ന വെള്ളത്തിൻ്റെ വിഹിതം അത് എത്രയാകുമെന്നും അത് എങ്ങനെയാണ് നമ്മുടെ നദികളെ സ്വാധീനിക്കുകയെന്നും നമ്മുടെ ഡാമുകളിൽ ജലനിരപ്പ് ഉയർത്തുക എന്നുള്ളതും ഭരണകൂടം അക്കാര്യം അവഗണിക്കുകയുണ്ടായി. നമുക്കറിയാം ഈ പ്രളയത്തിൻ്റെ കാലത്ത് പെരിങ്ങൽകുത്ത് ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിന് ശേഷം ആ ഡാം അവിടെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടേണ്ട ഒരു സാഹചര്യം ഉദ്യോഗസ്ഥർക്കുണ്ടായി എന്നതുകൂടി പരിഗണിക്കുമ്പോഴാണ് ഈ സാഹചര്യത്തിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാവുക. എന്ന് മാത്രമല്ല ഇടമലയാറിലേക്ക് ഈ പറയുന്ന പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്ന് വെള്ളം ഒരു കനാൽ വഴി ഇടമലയാറിലേക്ക് പോകുന്നുണ്ട്. അതായത് പെരിങ്ങൽകുത്ത് ഡാമിൽ ജലനിരപ്പ് വരുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ FRL ലെവലിലെത്തുമ്പോൾ അവിടെയുള്ളൊരു റിസർവോയറിൽ നിന്ന് ഒരു കനാൽ വഴി വെള്ളം ഇടമലയാറിലേക്ക് പോകുന്നു. ആ വെള്ളം കൂടി ഇടമലയാറിലേക്ക് വന്നത് എറണാകുളം ജില്ലയിലേക്കാണ് വരിക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടില്ല, അവഗണിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ സംഭവവികാസങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ. എന്തായാലും അതേക്കുറിച്ച് വിശദീകരിക്കാൻ ചാലക്കുടി പുഴ സംരക്ഷണ സമിതിയുടെ പ്രവർത്തകനായ മോഹൻദാസ് ഉണ്ട്. മോഹൻദാസിൻ്റെ വാക്കുകളിലേക്ക്. KSEBിയുടെ നിയന്ത്രണത്തിലുള്ള ഡാമുകളിൽ നിന്നാണ് അഥവാ പെരിയാർ, പമ്പ, ചാലക്കുടി പുഴ, കബനി നദി, ബാണാസുര സാഗർ ഡയറക്റ്റ് അല്ലെങ്കിൽ തന്നെയും ഇൻഡയറക്റ്റായിട്ട് ഉള്ള വെള്ളപ്പൊക്കങ്ങൾ ഈ പ്രദേശത്ത് കൂടെ ഉണ്ടായത്. ഇതിൽ കൂടുതലും മഴ പെയ്ത കുറ്റ്യാടി പോലുള്ള മേഖലകളിലൊന്നും ഇത്രയും രൂക്ഷമായ വെള്ളപ്പൊക്കം ഉണ്ടായില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ നിന്നും സാധാരണ ബുദ്ധിക്ക് കണക്കുകളില്ലാതെ തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് KSEBിയുടെ ഡാം ഓപ്പറേഷൻസിൻ്റെ തന്ത്രം തെറ്റായി പോയി എന്നുള്ളത്. വൈദ്യുതോൽപാദനത്തേക്കാൾ ഉപരിയായി വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് ഡാമുകൾക്ക് പങ്കുണ്ട് എന്നുള്ള പാഠം KSEB ഒരിക്കലും ഇതുവരെയും ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായ കാര്യം നിൽക്കുന്നത്. അവിടെ ഉപയോഗിക്കേണ്ട സ്ട്രാറ്റജി ഇക്കാര്യം ഞങ്ങൾ ചാലക്കുടി റിവർ പ്രൊട്ടക്ഷൻ ഫോറവും റിവർ റിസർച്ച് സെൻറ്ററും വേണ്ടപ്പെട്ട അധികാരികളെ കൃത്യമായി മുൻകരുതൽ തന്നെ കൊടുത്തിരുന്നു. അതായത് മഴ പെയ്ത് കീഴ്ത്തടങ്ങളിൽ വെള്ളം കൂടുതൽ ഉയരാൻ സാധ്യതയുള്ളതിന് മുമ്പ് തന്നെ മഴ ഒഴിഞ്ഞു നിന്ന സമയങ്ങളിൽ അല്പമൊക്കെ കൂടുതൽ വെള്ളം അണക്കെട്ടുകളിൽ നിന്നും പുറത്തേക്ക് നിയന്ത്രിതമായി തന്നെ പുറത്തേക്ക് വിടാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. അന്ന് അത് ഉപയോഗിക്കാതെ അണക്കെട്ടുകളെ നിറച്ചു തന്നെ നിർത്താനുള്ള ജാഗ്രതയാണ് KSEB കാണിച്ചത്. അതുകൊണ്ടാണ് പിന്നീട് മഴ ശക്തി പ്രാപിച്ചപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഒന്നിൻ്റെ കൂട്ടത്തിലൊരു തള്ള് എന്ന് പറയുന്ന പോലെ ആഡിങ് ഇൻസൾട്ട് ടു ഇഞ്ചുറി എന്ന് പറയുന്ന പോലെ ഡാമുകളിൽ നിന്നുള്ള വെള്ളം കൂടി ഒരുമിച്ച് കൂടി വന്നു. ഇതാണ് വെള്ളപ്പൊക്കത്തിന് ഇതാണ് മോഹൻദാസ് പറയുന്നത്. അതായത് ഡാമുകളുടെ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഡാമുകൾ ഏതെങ്കിലും ഘട്ടത്തിൽ വൈദ്യുതോൽപാദനത്തിന് വേണ്ടി മാത്രം വെള്ളം ഉപയോഗിക്കുക എന്ന് മാത്രമല്ല, ഈ പറയുന്ന വെള്ളം ഒരു നദിയിലാണ് ഡാം കെട്ടുന്നത്. ഒരു നദി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്ഭവസ്ഥാനം മുതൽ അത് കടലിൽ ചെന്ന് പതിക്കുന്നത് വരെ അതിനൊരു യൂണിഫിക് ആയിട്ടുള്ള ഒരു ഘടനയുണ്ട്. അതിൽ വെള്ളം ഒഴുകേണ്ടതുണ്ട്. വെള്ളം കെട്ടി നിർത്തുക മാത്രമല്ല, കെട്ടി നിർത്തി നമുക്ക് നമ്മുടെ വൈദ്യുതോൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുക മാത്രമല്ല, അതിന് നദി എന്ന അർത്ഥത്തിൽ അതിൻ്റെ ഒരു എൻറ്റൈറ്റി നാം അംഗീകരിക്കേണ്ടതുണ്ട്. അതിലൂടെ വെള്ളം ഒഴുക്കേണ്ടതുണ്ട് ഏതെങ്കിലും ഘട്ടങ്ങളിൽ. അപ്പോൾ നിയന്ത്രിതമായി ഡാമുകളിൽ നിന്ന് വെള്ളം ഒഴുക്കി ഒരു നദിയെ ജീവനോടെ നിലനിർത്തുക എന്നുള്ളതും ഈ പ്രളയ നിയന്ത്രണത്തിൻ്റെ ഭാഗമായി ഭരണകൂടം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഈ വെള്ളം കെട്ടി നിർത്തി പരമാവധി ലാഭം കൊയ്യുക എന്നൊരു സ്ട്രാറ്റജിയിലേക്കാണ് KSEB പോയതെന്നാണ് മോഹൻദാസിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും പ്രളയത്തിൽ മഴ, കാലാവസ്ഥാ പ്രവചനം, ഇതിന് എന്തൊക്കെ പങ്കുവഹിക്കാൻ കഴിയും? നമുക്കറിയാം അതിശക്തമായി ഡാമുകളുടെ മാനേജ്മെൻറ്റ് മാത്രമല്ല ശക്തമായ മഴ കേരളത്തിൽ പെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ഡാമുകൾ ഇല്ലായിരുന്നുവെങ്കിലും ചില പ്രദേശങ്ങളിലെങ്കിലും വെള്ളത്തിൽ മുങ്ങാൻ പാകത്തിനുള്ള ശക്തമായ മഴ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഈ കാലാവസ്ഥാ പ്രവചനം എങ്ങനെയാണ് മഴ പെയ്യാൻ പോകുന്നത്, എത്ര സെൻറ്റിമീറ്റർ എവിടെയെല്ലാം പെയ്യും എന്നുള്ള സംവിധാനം അത് അറിയിച്ച് അതനുസരിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാനുള്ള സംവിധാനം നിലവിൽ നമുക്കില്ല. അതിൻ്റെ അപര്യാപ്തതയാണ് ഈ പ്രളയം സൂചിപ്പിക്കുന്നതെന്ന് കാലാവസ്ഥാ നിരീക്ഷകനും ശാസ്ത്ര എഴുത്തുകാരനായ രാജഗോപാൽ കമ്മത്ത് ചൂണ്ടിക്കാട്ടുന്നു. സാധാരണ ഉണ്ടാകുന്നതിൽ നിന്നും വളരെ 300-400% വർധനമാണ് അതിവൃഷ്ടിയിൽ നമുക്ക് ജലം മലഞ്ചെരുവുകളിൽ പതിച്ച് ഇങ്ങ് ജനവാസ കേന്ദ്രങ്ങളിലെത്തി പ്രളയ സമാനമായ സാഹചര്യം സൃഷ്ടിച്ചത്. പീരുമേട്, നിലമ്പൂർ, പാലക്കാട് തുടങ്ങിയ മേഖലകളിൽ വളരെ വലിയ മഴയാണ് രേഖപ്പെടുത്തിയത്. ഇതിനകത്ത് നമുക്ക് ഒരു പ്രശ്നം എന്തെന്നാൽ നമുക്കിത് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞില്ല. മുന്നറിയിപ്പുകളൊന്നും കൃത്യമായിട്ട് ലഭിച്ചതുമില്ല. മുന്നറിയിപ്പുകൾ തന്നു എന്ന് IMD എന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആ മുന്നറിയിപ്പുകളൊക്കെയും അപര്യാപ്തമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
IMDയുടെ അളവുകളനുസരിച്ചിട്ട് മോഡറേറ്റ് റെയിൻഫോൾ, ലൈറ്റ് റെയിൻഫോൾ, ഹെവി റെയിൻഫോൾ, വെരി ഹെവി റെയിൻഫോൾ, എക്സ്ട്രീംലി ഹെവി റെയിൻഫോൾ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുകയാണ്. ഈ എക്സ്ട്രീംലി ഹെവി റെയിൻഫോൾ തന്നെ 20 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ മഴ ലഭിക്കും എന്നുള്ളതിൻ്റെ ഒരു വാല്യൂ ആണ് നൽകുന്നത്. ഇതിൽ കൂടുതൽ വാല്യൂ പ്രവചിക്കാനായിട്ടുള്ള ആ ഒരു സംവിധാനം IMDക്ക് ഇല്ല. അതായത് 30, 40, 50 സെൻറ്റിമീറ്റർ മഴ പെയ്യുമെന്ന് പറയാനായിട്ടുള്ള വാല്യൂസ് അവരുടെ കയ്യിലില്ല. 20% വർധനമാണ് കോസ്മിക് രശ്മികളുടെ പതനത്തിൽ ഈ വർഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതുവരെ. അപ്പോൾ അത് തന്നെയാണ് ഒരു കാരണം എന്നുള്ളത് ഏകദേശം വ്യക്തമായി വരികയാണ് ഈ രീതിയിലുള്ള വലിയ മേഘഭാഗങ്ങൾ രൂപപ്പെടാനായിട്ട്. അതുമാത്രവുമല്ല, ഈ സമയത്ത് ധാരാളം ഇടിമിന്നലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോസ്മിക് രശ്മികളുടെ പതനം മൂലം, ആ ഒരു മാറ്റങ്ങൾ മൂലം ഇടിമിന്നലും ധാരാളമായിട്ട് കണ്ടുവരുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ഇതുവരെ IMD പുറത്തുവിടുകയോ അതിനെക്കുറിച്ച് പഠനം നടത്തുകയോ ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, കേരളത്തിൽ 2 റഡാറുകൾ ഉണ്ടെന്നാണ് പറയുന്നത്, ഡോപ്ലർ റഡാറുകൾ. എന്നാൽ ഇതിൻ്റെ പ്രവർത്തനക്ഷമതയെക്കുറിച്ച് ധാരാളം സംശയങ്ങൾ ഈ ഇടയ്ക്ക് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഓഗസ്റ്റ് ആദ്യത്തെ ആഴ്ചകളിൽ ഈ റഡാറുകൾ പ്രവർത്തനക്ഷമമല്ലായിരുന്നു എന്നുള്ളൊരു വിവരമാണ് കിട്ടുന്നത്. ഓഖി സമയത്ത് പോലും 2017 ജൂലൈയിൽ ഉദ്ഘാടനം ചെയ്ത റഡാർ ശരിക്കും കാലിബ്രേറ്റ് ചെയ്തിട്ട് പോലും ഇല്ലായിരുന്നു. അതായത് അത് തികച്ചും ഉപയോഗശൂന്യമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് 2 തരത്തിലുള്ള വീഴ്ചകളാണ് നമുക്ക് സംഭവിക്കുന്നത്. നമ്മൾ ഭരണകൂടത്തെ മാത്രമല്ല, നമ്മളൊരു സമൂഹമായി തന്നെ എടുത്താൽ തന്നെ അതിൽ ഒന്ന്, പ്രളയ നിയന്ത്രണത്തിൽ ഡാമുകളുടെ പങ്ക് എന്ന കാര്യത്തിൽ ഭരണകൂടത്തിന് പോലും വേണ്ടത്ര ബോധ്യമില്ല. നമുക്കൊരു കൃത്യമായ ഒരു ഡാം ഓപ്പറേഷൻ മാനുവലില്ല. എങ്ങനെ ഡാമുകൾ പ്രവർത്തിപ്പിക്കണമെന്നതിനെക്കുറിച്ച് കൃത്യമായ മാനുവൽ നമുക്ക് ഇപ്പോഴുമില്ല. എങ്ങനെയാണ് അത് പ്രളയ നിയന്ത്രണത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത പോലും നമുക്കുണ്ടായിട്ടില്ല. ഇനി ലഭ്യമായ കാലാവസ്ഥാ സൂചനകൾ അനുസരിച്ച് അത് ജനങ്ങളിൽ എത്തിക്കുവാനും അവരെ അലർട്ട് ചെയ്യാനും മാറ്റിപ്പാർപ്പിക്കേണ്ടവരെ മാറ്റിപ്പാർപ്പിക്കാനും പ്രളയവും മഴയും മൂലമുണ്ടാകുന്ന കെടുതികൾ എന്തെല്ലാമാണെന്ന് വിശദീകരിച്ചുകൊണ്ട് അത്തരം വൾണറബിൾ ആയിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ ദുരന്ത നിവാരണ വകുപ്പിൻ്റെയോ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. മറ്റൊരു കാര്യം, രാജഗോപാൽ കമ്മത്ത് ചൂണ്ടിക്കാട്ടുന്നത് പോലെ ഏതൊക്കെ സന്ദർഭങ്ങളിൽ കൃത്യമായ മഴ പെയ്യും, എത്ര അളവ് മഴ പെയ്യുമെന്ന് ചൂണ്ടിക്കാട്ടാനുള്ള പ്രവചന സംവിധാനവും അപര്യാപ്തമാണ് എന്ന് വരുമ്പോൾ നാം എന്തൊക്കെ കാര്യങ്ങളാണ് തിരുത്തേണ്ടത് എന്ന് ഇപ്പോൾ മുതൽ പാഠം പഠിച്ചാലേ നമുക്കൊരു പുതിയ കേരള നിർമ്മിതിയിലേക്ക് അവ മുതൽക്കൂട്ടാവുകയുള്ളൂ എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഓഖിയുടെ സമയത്ത് ഇതേ കാര്യങ്ങൾ ആവർത്തിച്ചതാണ് മറ്റൊരു തരത്തിൽ. ആ ഓഖിയിൽ നിന്ന് നാം പഠിക്കാത്ത പാഠം ഈ പ്രളയത്തിൽ നിന്ന് നാം പഠിച്ചില്ലെങ്കിൽ നിരന്തരം ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു ജനതയായി നാം മാറുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല.